എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഇടിഞ്ചക്ക തോരനാണ്. അത് എങ്ങനെയെന്ന് നോക്കാം. ഇതിനെ തൊലിയൊക്കെ ചെത്തി അരിഞ്ഞെടുക്കണം. ഇത് നമ്മൾ എടുത്ത് വെച്ച ഇടിഞ്ചക്കയാണ്. ഇതുപോലെ ചെറുതാക്കി തൊലിൻ്റെ മുള്ളൊക്കെ ചെത്തി കളഞ്ഞ് അരിഞ്ഞെടുത്തതാണ്. ഇത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് വേവിച്ചെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. 1/4 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 3 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കണം. ഇടിഞ്ചക്ക 3 വിസിലൊക്കെ കേട്ട് വെന്ത് വന്നിട്ടുണ്ടാവും. നമുക്കിത് ഇറക്കി വെക്കാം. അതിലേക്ക് വേണ്ട സാധനങ്ങൾ: 1/2 കപ്പ് വൻപയർ വേവിച്ച് വെച്ചതാണിത്, 1 മുറി തേങ്ങ, 1/2 കപ്പ് ചെറിയ ഉള്ളി അരിഞ്ഞെടുത്തത്, ഇഞ്ചി, വെളുത്തുള്ളി, ചതച്ച മുളക്. ഇത്രയും സാധനം വെച്ച് നമുക്ക് താളിപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ച് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ ഇഞ്ചി, വെളുത്തുള്ളി ചതച്ച് വെച്ചതാണ്. ഗ്യാസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുന്നത്. ഉള്ളിയൊക്കെ വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതിലേക്ക് വേവിച്ച് വെച്ച വൻപയറാണ്, അതുകൂടി ചേർത്ത് കൊടുക്കാം. 2.5 സ്പൂൺ ചതച്ച മുളക് ഇട്ട് കൊടുക്കാം. നമ്മൾ വേവിച്ച് വെച്ച ചക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ വെള്ളമൊക്കെ നമ്മൾ ഊറ്റിക്കളഞ്ഞതാണ്. ഉപ്പിട്ട് ചക്ക വേവിച്ചതാണ്, അതുകൊണ്ട് കുറച്ച് ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ചിരകി വെച്ച തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുക. നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. നമ്മൾ ഇടിഞ്ചക്ക ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം.